നമ്മൾ എക്സിറ്റ് പോളൊക്കെ കണ്ടപ്പോഴത്തേന് BJP-ക്കാരെ തൂത്തുവാരിക്കൊണ്ടു എന്നൊക്കെയാണല്ലോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ അത്രയൊന്നും ഉണ്ടാവില്ല, അറിയാം. എന്നാൽ പോലും നമുക്കൊരു ടെൻഷൻ ഉണ്ട്, ഇവർ ജയിക്കുന്നത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ. പക്ഷെ ഞാൻ രാവിലെ അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെയാണ് മൊബൈൽ ഫോണൊക്കെ നോക്കിയത്. അപ്പോഴാണ് ആദ്യത്തെ ഇതൊരു വാട്സപ്പിൽ എൻ്റെ സുഹൃത്ത് അയച്ചു തരുന്നത്, 6000 വോട്ടിന് നമ്മുടെ മോദി വാരണാസിയിൽ പിറകിൽ. നമുക്കറിയാം പുള്ളി തോക്കത്തൊന്നുമില്ല, പക്ഷെ ആ പിറകിൽ നിൽക്കുന്ന നമുക്കൊരു സന്തോഷമുണ്ട്. അത് പുള്ളിയോടുള്ള അസൂയയും വെറുപ്പൊന്നും അല്ലെന്നേ. ഞാനാണ് എല്ലാം, ഞാനാണ് സർവം എന്ന് പറയുന്ന ഒരു മനുഷ്യനോട്, ഒരു അല്പനായ മനുഷ്യനോട്. അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ തൃശ്ശൂർ വന്നിട്ട് പുള്ളി പ്രസംഗിച്ചത് മോദിക്ക് ഗ്യാരണ്ടി, മോദിക്ക് ഗ്യാരണ്ടി, മോദി അത് കൊടുക്കുന്നു, മോദി അത് കൊടുക്കുന്നു. അപ്പൊ ഞാൻ നാളെ എന്നിട്ട് വിനോദ സംഭവമാണെന്ന് പറഞ്ഞാൽ എന്തൊരു അല്പത്തരമായിരിക്കും. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു മനുഷ്യനോട്, അല്ലെങ്കിൽ ആ സ്വേച്ഛാധിപത്യ മനോഭാവമുള്ള ഒരു മനുഷ്യനോട്, ആരെയും ബഹുമാനിക്കാത്ത, ആരോടും താല്പര്യമില്ലാത്ത, എല്ലാം എൻ്റെ വിശ്വഗുരുവാന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വിശ്വഗുരുവായ മനുഷ്യൻ അവിടെ ഒരു സാധാരണ മനുഷ്യനോട് 6000 വോട്ടിൽ പിറകിൽ പോയി എന്നുള്ള വാർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ സാധനമാണ്. സ്മൃതി ഇറാനി എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു BJP-കാരിയാണ് സ്മൃതി ഇറാനി. ഭയങ്കര അഹങ്കാരമാണ്. ഈ മോദിയുടെയൊക്കെ ടീമിലുൾപ്പെട്ടതാണ്. ഇവര് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലിയിൽ പോയപ്പോൾ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു, പേടിച്ചു പോകാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മത്സരിക്കാൻ ചെന്നത് ഈ ഗാന്ധി കുടുംബത്തിലെ വിശ്വസ്തനായിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കിഷോറി ലാൽ എന്ന് പറയുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇവർ പറഞ്ഞ ഡയലോഗ് എന്താ അറിയോ? എന്നെ പേടിച്ച് രാഹുൽ ഗാന്ധി അങ്ങ് റായ്ബറേലിയിൽ പോയി, എനിക്കെതിരെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ അടുക്കളക്കാരനെ വിട്ടിരിക്കുന്നു. അയാളോട് ഈ സ്മൃതി ഇറാനി തോറ്റു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മൾ ഈ ദാവീദും ഗോലിയാത്തും കഥ വായിച്ചിട്ടില്ലേ? പ്രഗത്ഭനായിട്ടുള്ള ഗോലിയാത്തിനെ ആട്ടിടനായ ദാവീദാണ് അടിച്ചു വീഴ്ത്തിയത്. അപ്പം അവർ തോറ്റു, അകത്തായി. ഈ ഇടയ്ക്ക് പാർലമെന്റിൽ ഈ നരേന്ദ്രമോദിയുടെ ഒക്കെ മുഖത്ത് നോക്കി നിങ്ങൾ കള്ളനാണ്, നിങ്ങൾ ദ്രോഹിയാണ്, നിങ്ങൾ അഴിമതിക്കാരാണെന്ന് പറയുന്ന കുറച്ച് MP-മാരേ ഉള്ളൂ. അതിൽ ഒരു സ്മാർട്ട് ലേഡിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മെഹ്വ എന്ന് പറയുന്ന ഒരു മിടുക്കിയായിട്ടുള്ളൊരു സ്ത്രീയുണ്ട്. അവരെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടെ വട്ടം കൂടി ഇവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. അതായത് ഇവർ അച്ചടക്കം പാലിക്കുന്നില്ല, ഇവർക്ക് ഒരു അഴിമതി ആരോപണം കൊണ്ടുവന്നിട്ട്, മെഹ്വ എന്ന് അവരുടെ പേര്. ഇവരെ പുറത്താക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എഴുതി. ആ റിപ്പോർട്ട് എഴുതിയ ആള് UP-യിൽ തോറ്റു, പക്ഷെ മെഹ്വ ഭൂരിപക്ഷത്തിൽ ജയിച്ച് വീണ്ടും പാർലമെന്റിൽ വന്നു. നമുക്ക് തോന്നുന്ന ഒരു രസകരമായ മൊമെന്റ്സ് അല്ലേ? പിന്നെ വളരെ രസകരമല്ല, വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യം കൂടെ പറയണം. അതായത് കേജ്രിവാൾ ജയിലിൽ നിന്ന് വരുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് ഒരു അടിയടിച്ചു, ഒരു ബോംബ് ഇട്ടിട്ട് പോയി. ആ ബോംബ് ഇങ്ങനെയായിരുന്നു: ഈ 75 വയസ്സ് പ്രായമുള്ള BJP-യുടെ നേതാക്കന്മാർ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പാടില്ല എന്നൊരു നിയമം ഈ നരേന്ദ്രമോദി അമിത്ഷായോട് ചേർത്തുണ്ടാക്കി. പക്ഷേ മോദിക്ക് അടുത്ത വർഷം 75 വയസ്സാവും. അപ്പോൾ കേജ്രിവാൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ ഡയലോഗ് ഇതാണ്: അടുത്ത വർഷം നരേന്ദ്രമോദി റിട്ടയർ ചെയ്തേ പറ്റുള്ളൂ, കാരണം അവരുടെ നിയമമാണ്. അപ്പോൾ ഈ ഇലക്ഷൻ നരേന്ദ്രമോദിക്ക് വേണ്ടിയല്ല വോട്ട് ചോദിക്കുന്നത്, അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ നമ്മുടെ യോഗിയില്ല, സന്യാസി, പുള്ളിക്ക് കുരുപൊട്ടി. കാരണം പുള്ളിയെ പണിയാൻ വേണ്ടി, കാരണം പുള്ളിയാണ് അടുത്ത മോദി എന്നാണ് സംഘപരിവാർ കരുതി വെച്ചിരിക്കുന്നത്. അപ്പം കേജ്രിവാൾ ഈ വെടി പൊട്ടിച്ചോടുകൂടി സംഭവം ഫ്ലോപ്പായി. UP-യിൽ ഭൂരിപക്ഷം സീറ്റ് നേടുമെന്ന് വിചാരിച്ചിടത്തുനിന്ന് അടിതെറ്റി അവിടെ SP കൂടുതൽ സീറ്റ് നേടി. അപ്പോൾ അതൊരു രാഷ്ട്രീയത്തിന്റെ വളരെ രസകരമായ സാധനമാണ്. ഇവർ പ്രതീക്ഷിക്കാത്ത അടി കൊടുത്ത്, ഇവരുടെ തലക്കിട്ട് അടി കൊടുത്തിട്ട്. അല്ല, സുരേഷ് ഗോപി ജയിച്ചത് BJP ജയിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. സുരേഷ് ഗോപിക്ക് ഒരു പൊതു സ്വീകാര്യതയുണ്ട് കേരളത്തിൽ, അല്ലേ? ഇപ്പൊ നിനക്ക് ഇഷ്ടമല്ലേ സുരേഷ് ഗോപി? അപ്പൊ അങ്ങനെ ആ ഇഷ്ടത്തിന്റെ ഒക്കെ പുറത്താണ് സുരേഷ് ഗോപി ജയിച്ചത്. നമ്മളതിനെ സ്വീകരിക്കുന്നു. BJP ജയിച്ചതിനോടൊരു ചെറിയ സങ്കടം എനിക്കുണ്ട് കേരളത്തിൽ, കാരണം അവർക്ക് പറ്റിയ ഒരു മണ്ണാക്കി ഇതിനെ മാറ്റുന്നതിനോട് സങ്കടമുണ്ട്. പക്ഷേ സുരേഷ് ഗോപിയുടെ വിജയത്തെ അംഗീകരിക്കുന്നു, നമ്മളതിനെ അഡ്മിറ്റ് ചെയ്യുന്നു. കാരണം അതിലൊരു പൊതു സ്വീകാര്യതയുള്ള ഒരാളാണ്, അതുകൊണ്ട് അതങ്ങനെ പോട്ടെ. ഈ CPM-കാർ ഇതുവരെ തോറ്റിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്തുവാ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ ഇന്ന് ഇപ്പം പറഞ്ഞിരിക്കുന്നത് തോമസ് ഐസക് പത്തനംതിട്ട തോറ്റതിനെ പറ്റി പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ വെക്കുന്നത്. എന്തിനാണ്? 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം വോട്ടിനൊക്കെ തോറ്റിട്ട് എന്ത് കമ്മീഷനെ വെക്കാനാണ്? അപ്പൊ ശരിക്കുള്ള ക്യാപ്സ്യൂൾ സത്യത്തിൽ ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ വേണമെങ്കിൽ ഞാനൊരു ക്യാപ്സ്യൂൾ പറഞ്ഞുതരാം. കേരളത്തിൽ മൊത്തം ലോക്സഭാ സീറ്റ് എത്രയുണ്ട്? 20. കഴിഞ്ഞ തവണ CPM-ന് ഇടതുപക്ഷം എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 1. ഇത്തവണ എത്ര ഉണ്ട്? 1. അപ്പൊ അവർക്ക് അന്നും ഒന്നുണ്ടായിരുന്നു, ഇന്നും ഒന്നുണ്ട്. കഴിഞ്ഞ തവണ UDF-ന് ലോക്സഭയിൽ എത്ര സീറ്റ്? 20 എത്ര ഉണ്ടായിരുന്നു? 19. ഇത്തവണ എത്ര ഉണ്ട്? 18. അപ്പൊ ശരിക്കും ആരാ തോറ്റെ? UDF അല്ലേ? ഇതാണ് ബെസ്റ്റ് ക്യാപ്സ്യൂൾ. അപ്പൊ ഞാൻ ഈ ഇലക്ഷനെ പറ്റിയുള്ള എൻ്റെ ഒരു നിരീക്ഷണം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെയും പറഞ്ഞോളൂ, ഒരു ബ്യൂട്ടിഫുൾ ഇലക്ഷൻ റിസൾട്ടാണ്. അവിടെയില്ല ഇവിടെയില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ നിതീഷ് കുമാറിൻ്റെയും അതുപോലെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഒക്കെ ദാക്ഷിണ്യത്തിലും ദയയിലും ഒക്കെ ഭരിക്കുക. ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് നടന്നില്ലേ? അതായത് ഞാനാണ് വിശ്വഗുരു, പുള്ളി അണ്ണ എന്നൊക്കെ വിളിച്ച് പോകുന്നൊരു സാധനമുണ്ട്. അത് കാണാൻ ഒരു ഭംഗിയുണ്ട്. അതാണ് ഇതിൻ്റെ നിരീക്ഷണം. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം.